നിങ്ങൾക്കും എന്നെപ്പോലെ കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലേ? കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ? അങ്ങനെയെങ്കിൽ ഈ ചേനക്കാര്യങ്ങൾക്കിടയിൽ നമുക്കൊരു ചെറിയ ആനക്കാര്യം പറഞ്ഞാലോ? ഒരാളൊരു ആനക്കൊട്ടിലൂടെ നടക്കുകയായിരുന്നു. ആനക്കൊട്ടിലെന്ന് പറഞ്ഞാൽ ഈ ആനകളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലം. ആനക്കൊട്ടിലൂടെ നടക്കുന്ന സമയത്ത് അവിടുത്തെ ആനകളെ ഈ ചങ്ങലയിൽ ബന്ധിപ്പിച്ചതായോ അല്ലെങ്കിൽ കൂട്ടിൽ അടച്ചിട്ടതായോ അദ്ദേഹം കണ്ടില്ല. അതിന് പകരം അവയുടെ കാലുകളിൽ ഒരു ചെറിയ കയറ് കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ കയറിനെ ആനകൾക്ക് പൊട്ടിക്കാനുള്ള ശക്തിയുണ്ട്, പക്ഷേ അവയത് ചെയ്യുന്നതുമില്ല. ഇത് അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ടായിരിക്കും ആനകൾ അങ്ങനെ ചെയ്യാത്തത് എന്ന്. അപ്പോൾ അവിടുത്തെ നടത്തിപ്പുകാരനോട് അതിനെപ്പറ്റി അന്വേഷിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം അവിടുത്തെ നടത്തിപ്പുകാരനോട് അതിനെപ്പറ്റി ചോദിച്ചു. നടത്തിപ്പുകാരൻ പറഞ്ഞു, വളരെ ചെറിയ പ്രായത്തിൽ ആ ആനക്കൊട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആനകളാണ് അവിടെ ഉള്ളതെല്ലാം. ആ പ്രായത്തിൽ അവയെ ബന്ധിപ്പിക്കുവാൻ ആ ചെറിയ കയർ മതിയായിരുന്നു. അതേ കയർ തന്നെയാണ് ഇപ്പോഴും അവയ്ക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ആനകൾ ഇത്രയും വളർന്നിട്ടും ആ കയറിനെ ഭേദിക്കാനുള്ള ശക്തി അവയ്ക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാന പോലും ആ കയറിനെ പൊട്ടിക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്ന്. ഇതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ചില വിശ്വാസങ്ങൾ അവൻ്റെ മുന്നോട്ടുള്ള യാത്രയെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. നമ്മളെ പരിമിതപ്പെടുത്തുന്ന ചില വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉറച്ചു പോയിട്ടുണ്ട്. ഏതോ കാലത്ത് മനസ്സിൽ കയറിക്കൂടി നമ്മളെക്കൊണ്ട് കഴിയില്ല എന്ന് തോന്നിച്ച് അവ അവസാനം നമ്മുടെ ഉള്ളിൽ ചില യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കും. അത്തരത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള വിജയത്തെ പിന്നിലേക്ക് വലിക്കുന്ന വിശ്വാസങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കടക്കേണ്ടത് ഏതൊരു മനുഷ്യൻ്റെയും ആവശ്യമാണ്.